ശ്രീകുമാരി സത്യ. വെൽക്കം ടു ശ്രീമാൻസ്. നമുക്കിന്നിവിടെ വിവിധ തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് സാധാരണ ചോദിച്ച് കാണാറുള്ള ടോപ്പിക്കുകളുടെ പ്രധാനപ്പെട്ട ഫോർമുലാസ്, ബൈഹാർട്ട് ചെയ്യേണ്ട ഫോർമുലാസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മെഗാ റിവിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 2000 പരം വീഡിയോസ് ഞാൻ ശ്രീമാൻസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്രദമാകും എന്നാണ് എൻ്റെ വിശ്വാസം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്ക് എണ്ണൽ സംഖ്യകൾ സാധനങ്ങൾ എണ്ണാൻ ഉപയോഗിക്കുന്നു. 1, 2, 3, 4, 5 അങ്ങനെ. ഇവിടെ 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക, അതായത് 1 + 2 + 3 + etc. + n ഈക്വൽ ടു n × n + 1/2. 1 + 2 + etc. n. 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക 1 + 2 + etc. + n ഈക്വൽ ടു n × n + 1/2. 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക ചോദിച്ചാൽ 100 × 100 + 1/2. ഇവിടെ n വരെ 100 കൊടുത്താണ്. 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക, അതായത് 1² + 2² + etc. + n² ഈക്വൽ ടു n × n + 1 × 2n + 1/6. 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക, അല്ലെങ്കിൽ ഖനങ്ങൾ എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്, ക്യൂബുകളാണ്. 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ഖനങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക എന്ന് പറഞ്ഞാൽ, അതായത് 1³ + 2³ + 3³ + etc. + n³ ഈക്വൽ ടു n × n + 1/2 the whole square. n × n + 1/2 the whole square. എണ്ണൽ സംഖ്യകൾ എന്ന് പറയാൻ സാധനങ്ങളെല്ലാം എണ്ണാൻ ഉപയോഗിക്കുന്നത്, സാധാരണയായിട്ട് എണ്ണാൻ ഉപയോഗിക്കുന്നത് 1, 2, 3 etc. ഇപ്പോൾ n എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 1, 2, 3 etc. n. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക, അതായത് n 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകൾ, അതായത് ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയാൻ 1 + 2 + 3 + etc. + n. n × n + 1/2. സാധാരണ ചോദിച്ച് കാണാറുണ്ട്. ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ 50 × 50 + 1/2. n × n + 1/2. n ഉള്ളിടത്ത് 50 കൊടുത്താൽ മതി. ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ തുക ചോദിച്ചെങ്കിൽ 100 × 100 + 1, 100 × 101/2. ഈ ഫോർമുല അറിഞ്ഞിരുന്നാൽ നമുക്ക് അതിൻ്റെ അവിടെ വില കൊടുക്കാം. അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഈ സീറോയും കൂടെ ഉൾപ്പെടുത്തും. ഈ എണ്ണൽ സംഖ്യകളുടെ അവിടെ സീറോയും കൂടെ ഉൾപ്പെടുത്തുക. 0, 1, 2, 3 etc. ആദ്യത്തെ n അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം, അതായത് ആദ്യത്തെ 10 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം ചോദിച്ചാൽ സീറോയും കൂടെ ഉൾപ്പെടുന്നുണ്ട്. 0, 1, 2, 3 etc. സീറോയും കൂടെ ഉൾപ്പെടുന്നതുകൊണ്ട് ഗുണനഫലം എപ്പോഴും 0 ആയി പോകും. 0 × 1 × 2 × 3 എന്ന് പറയുമ്പോൾ 0 ആയി പോകും. ആദ്യത്തെ 25 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം, അതൊക്കെ ചോദിച്ചു കാണാറുണ്ട്. അപ്പോൾ സീറോയും കൂടെ ഉൾപ്പെടുന്നതുകൊണ്ട്, ഹോൾ നമ്പേഴ്സ് വരുമ്പോൾ സീറോയും കൂടെ ഉൾപ്പെടുന്നതുകൊണ്ട് അതിൻ്റെ ഗുണനഫലം 0 ആയി പോകും. അത് ഓർത്തിരിക്കുക. ആദ്യത്തെ 10 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം 0 × 1, 2 etc. അപ്പോൾ 0 വരുമ്പോൾ പ്രോഡക്റ്റ് എപ്പോഴും 0 ആയി പോകും. ഓഡ് നമ്പേഴ്സ് അഥവാ ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 1, 3, 5, 7, 9, 11 etc. ഓഡ് നമ്പേഴ്സ്. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല n². അതായത് 1 + 3 + etc. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല n². ഇനി ഈവൻ നമ്പേഴ്സ്, ഇരട്ട സംഖ്യകൾ 2, 4, 6, 8, 10 etc. ഇതിനെ ഇരട്ട സംഖ്യകൾ. ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല n × n + 1. ഇത് ബൈഹാർട്ടാക്കി വെക്കുക. മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് 180-ൽ കൂടുതലാണ് വന്നതെങ്കിൽ 360-ൽ നിന്ന് കുറച്ചാൽ മതി. ഉദാഹരണത്തിന് നമുക്ക് ഈ അവറും മിനിറ്റും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 300 വന്നെങ്കിൽ നമുക്ക് ആ 360-ൽ നിന്ന് 300 കുറച്ചാൽ മതി, 60 കിട്ടും. പെർഫെക്റ്റ് നമ്പേഴ്സ്, അനക സംഖ്യകൾ അല്ലെ പരിപൂർണ സംഖ്യകൾ, ഇത് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട്. 2p - 1 × 2p - 1. ഇവിടെ p എന്നത് അഭാജ്യ സംഖ്യയെ ഉദ്ദേശിക്കുന്നു. അതായത് ഏറ്റവും ചെറിയ അനക സംഖ്യ കാണാൻ ഈ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതാണ്? 2. അപ്പോൾ ഈ പിയോടോടെ 2 ഇട്ട് കൊടുത്താൽ മതി. 2 - 1 × 2², 2 - 1 എന്ന് പറയുമ്പോൾ 1, 2 - 1 × 4 - 2², 4 - 1, 2 × 3
6 ഏറ്റവും ചെറിയ അനകസംഖ്യ. പരിപൂർണ സംഖ്യ എന്താണ്? 6. ഇനി അടുത്ത അനകസംഖ്യ എങ്ങനെ കണ്ടുപിടിക്കും? അടുത്ത അഭാജ്യസംഖ്യ, അടുത്ത പ്രൈം നമ്പർ നോക്കുക. അതായത് 3. ഇവിടെ 3 അപ്ലൈ ചെയ്താൽ മതി. 2p-1 ഇൻറ്റു 2p-1. 2pയുടെ സ്ഥാനത്ത് 3 കൊടുക്കുക. 3 അടുത്ത അഭാജ്യസംഖ്യ, അടുത്ത പ്രൈം നമ്പർ. 2 കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രൈം നമ്പർ 3 ആണ്. 2p-1 3-1 ഇൻറ്റു 2p-1 that is 2 square ഇൻറ്റു 2p 8. 8 - 1 ഈക്വൽ ടു 4 ഇൻറ്റു 7 28. അടുത്ത അനകസംഖ്യ 28 ആണ്. അപ്പം അടുത്ത പ്രൈം നമ്പർ ഏതാ? 2 3 കഴിഞ്ഞാൽ പിന്നെ 5 ആണ്. അടുത്ത അനകസംഖ്യ കണ്ടുപിടിക്കാൻ, മൂന്നാമത്തെ അനകസംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 2p-5 - 1 ഇൻറ്റു 2p-5 - 1 കണ്ടാൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ഭാജ്യസംഖ്യകൾ, അഭാജ്യസംഖ്യകൾ, പ്രൈം നമ്പേഴ്സ്, കോമ്പോസിറ്റ് നമ്പേഴ്സ്. ഭാജ്യസംഖ്യകൾ എന്ന് പറഞ്ഞാൽ കോമ്പോസിറ്റ് നമ്പേഴ്സ്. 2ൽ കൂടുതൽ ഘടകങ്ങളുണ്ടെങ്കിൽ അതിനെ കോമ്പോസിറ്റ് നമ്പേഴ്സ് അഥവാ ഭാജ്യസംഖ്യകൾ എന്ന് പറഞ്ഞാൽ 4ന്റെ ഘടകങ്ങൾ 1 2 4, 2ൽ കൂടുതൽ 3 ഘടകങ്ങളുണ്ട്. 6ന്റെ ഘടകങ്ങൾ 1 2 3 6, 8ന്റെ ഘടകങ്ങൾ 1 2 4 8. ഇവയെല്ലാം ഭാജ്യസംഖ്യകളാണ്, കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. 9ന്റെ ഘടകങ്ങൾ 1 3 9. 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഘടകങ്ങളുണ്ടെങ്കിൽ അവയെ ഭാജ്യസംഖ്യകൾ അഥവാ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി അഭാജ്യസംഖ്യകൾ, പ്രൈം നമ്പേഴ്സ്, ഇതൊരു വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. എപ്പോഴും ഇതുമായിട്ട് ടച്ച് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പ്രൈം നമ്പേഴ്സ്, അഭാജ്യസംഖ്യകൾ, അതായത് ഒന്നും ആ സംഖ്യ മാത്രമേ ഫാക്ടേഴ്സ് ഉണ്ടാവും, ഒന്നും ആ സംഖ്യ മാത്രം ഘടകങ്ങൾ. 2 ഒരു അഭാജ്യസംഖ്യയാണ്, പ്രൈം നമ്പറാണ്. ഏറ്റവും ചെറിയ പ്രൈം നമ്പറാണ്, ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യയാണ്. അതുപോലെ തന്നെ അഭാജ്യസംഖ്യയായിട്ടുള്ള ഒരേ ഒരു ഇരട്ടസംഖ്യയും 2ആണ്. ബാക്കി എല്ലാം ഒറ്റ സംഖ്യകളാണ് വരുന്നത്. അത് 2ന്റെ ഘടകങ്ങൾ 1 2, 3ന്റെ ഘടകങ്ങൾ 1 3, 5ന്റെ ഘടകങ്ങൾ 1 5. ഒന്നും ആ സംഖ്യ മാത്രം ഘടകങ്ങൾ വരിക. 7ന്റെ ഘടകങ്ങൾ 1 7. 9 അഭാജ്യസംഖ്യകൾ, കാരണം 1 3 9 എല്ലാം ഒറ്റ സംഖ്യകളും അഭാജ്യസംഖ്യകളാണ് വിചാരിക്കുന്നത്. 7ന്റെ ഘടകങ്ങൾ 1 7, 11ന്റെ ഘടകങ്ങൾ 1 11, 13ന്റെ ഘടകങ്ങൾ 1 13, 17ന്റെ ഘടകങ്ങൾ 1 17. ഇനി ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ കോമ്പോസിറ്റ് നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ 4ലാണ് തുടങ്ങുന്നത്. ഏതൊക്കെയാണ് വരുന്നത്? 4 6 9 12 14 15 ഇങ്ങനെ അങ്ങോട്ട് പോകും. കോമ്പോസിറ്റ് നമ്പേഴ്സ്, ഭാജ്യസംഖ്യകൾ. അതിന് 2 കൂടുതൽ ഘടകങ്ങളുണ്ടാവും. ഇനി 1 മുതൽ അല്ലെങ്കിൽ 100 വരെ, ആകെ 100 വരെ, 1 മുതൽ 100 വരെ ആകെ 25 പ്രൈം നമ്പേഴ്സ് ആവില്ല. ആകെ 25 അഭാജ്യ സംഖ്യകളാണെന്നുള്ളത് അതങ്ങ് ബൈഹർട്ടാക്കി വെക്കുക. 1 മുതൽ 100 വരെ ആകെ 25 അഭാജ്യ സംഖ്യകൾ, പ്രൈം നമ്പേഴ്സ് ആണുള്ളത്. പ്രൈം നമ്പേഴ്സ് കാണാനുള്ള ഒരു എളുപ്പമാർഗം കൂടെ പറയാം. ചില എക്സെപ്ഷണൽ കേസ് ഉണ്ട്. 6ന്റെ ഗുണിതങ്ങൾ എഴുതുക. 6ന്റെ ഗുണിതങ്ങൾ, 6ന്റെ ഗുണിതങ്ങൾ ഏതാ? 6 6 12 6 6 2 12 6 3 18 6 4 24 6 5 30 അങ്ങനെ അങ്ങോട്ട്. 6ന്റെ ഗുണിതങ്ങളുടെ തൊട്ട് മുൻപും പിൻപും ഉള്ള സംഖ്യ എഴുതും. 6ന്റെ മുൻപും പിൻപും, അതായത് 5 7 5 7. അപ്പൊ ഇത് 2 പ്രൈം നമ്പേഴ്സാണ്. കണ്ടുപിടിക്കാനൊരു എളുപ്പ വഴി. ഇവിടെ മുമ്പുള്ളത് പിൻപുള്ളത്, ഇത് 2ഉം പ്രൈം നമ്പേഴ്സാണ്. 18 17 19, അതിന് മുൻപുള്ളതും പിൻപുള്ളതും. ഇനി 24 23 25 ഇതല്ല. ഇത് നമുക്ക് 2 കൂടുതൽ ഘടകങ്ങളുണ്ടെന്നറിയാം. 1 5 25. അപ്പൊ ഇവിടെ 23 അഭാജ്യസംഖ്യയാണ്. 30 29 31 ഇതെല്ലാം പ്രൈം നമ്പേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രത്യേക ഇത്. 6ന്റെ ഗുണിതങ്ങൾ എഴുതി നോക്കിയിട്ട് തൊട്ടപ്പുറം ഇപ്പുറം എഴുതുക. എന്നിട്ട് ചില എക്സെപ്ഷണൽ കേസ് വരും. 25 അഭാജ്യസംഖ്യ അല്ല, ഭാജ്യസംഖ്യയാണ്. അതുപോലെ 6 8 48, 48ന് മുൻപുള്ളത് 47 49, അതിന് ശേഷമുള്ള 49 ഭാജ്യസംഖ്യ നമുക്കറിയാം. അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞ 47. അങ്ങനെ 6ന്റെ ഗുണിതങ്ങൾ കണ്ടിട്ട് മുൻപും പിൻപും ഉള്ളത് നോക്കുക. മിക്ക കേസുകളും അഭാജ്യസംഖ്യകൾ തന്നെയാണ്. 1 മുതൽ 100 വരെ 25 പ്രൈം നമ്പേഴ്സ് ആണുള്ളത്. അത് ഓർത്തിരിക്കുക. സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ.
വ്യത്യസ്തമാക്കി വെക്കുന്നത്. ഏറ്റവും ചെറിയ അഖണ്ഡസംഖ്യ 0, 0, 1, 2 എന്ന അഖണ്ഡസംഖ്യ ഹോൾ നമ്പേഴ്സ് പറയുന്നത്. പോസിറ്റീവോ നെഗറ്റീവോ അല്ലാത്ത സംഖ്യയാണ്. 0 പോസിറ്റീവും അല്ല നെഗറ്റീവും അല്ല. പൂജ്യത്തിൻ്റെ സങ്കലന വിപരീതം 0 തന്നെയാണ്. 0 ഭാജ്യസംഖ്യയോ അഭാജ്യസംഖ്യയോ അല്ല. 0 ഈസ് നെയ്തർ പ്രൈം നോർ കോമ്പോസിറ്റ്. വ്യുൽക്രമമില്ല, 0-ന് വ്യുൽക്രമമില്ല. വ്യുൽക്രമം ഇല്ലാത്ത സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ 0. 0 കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരാണ്. അതൊരു PSC ക്വസ്റ്റ്യനാണ്. 0 കണ്ടുപിടിച്ചത് ആരാണെന്നും കൂടെ നമുക്ക് നോക്കാം. ബ്രഹ്മഗുപ്തൻ. 0 കണ്ടുപിടിച്ചത് ബ്രഹ്മഗുപ്തൻ. അപ്പോൾ 4 മണീൻ്റെ പ്രതിബിംബ സമയം ചോദിച്ചെങ്കിൽ 11 മണി വരെയുള്ളതിന് അങ്ങനെ ചെയ്താൽ 11:60 നിന്ന് തന്നിരിക്കുന്ന 4 കുറയ്ക്കുക. അതായത് 7:60. 4 മണിയുടെ പ്രതിബിംബ സമയം ചോദിച്ചെങ്കിൽ 11:60 എന്നല്ലേ കുറയ്ക്കണ്ടേ? 11:60. അപ്പം 4-നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. 3 മണി 60 മിനിറ്റ്. 60 മിനിറ്റ് എന്ന് പറയുന്നതാണ് ഒരു മണിക്കൂർ. അപ്പം 3 മണിയും 60 മിനിറ്റ്. അതായത് 3:60. 11:60 3:60 കുറയ്ക്കുക. അല്ലെ 11:60 നിന്ന് 4 കുറച്ചാൽ 7:60. അതായത് 7 മണിക്കൂർ 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 8 മണി. 8-ാമത്തെ അത് ഓർത്തിരിക്കുക. 11:60 4 കുറച്ചാൽ 7:60 കിട്ടും. അതായത് 7 മണി 60 മിനിറ്റ്. 60 മിനിറ്റ് ഒരു മണിക്കൂറാണ്. 7 മണി 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 7 1 8 മണിക്കൂർ വരും. 8 മണി പ്രതിബിംബ സമയം. 1 മുതൽ 12 വരെയുള്ള യൂണിറ്റുകളാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ഫുൾ സർക്കിളാണ്. ഒരു ഫുൾ സർക്കിൾ എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഫുൾ സർക്കിൾ 360. അങ്ങനെ 12 യൂണിറ്റ് ആണല്ലോ. അപ്പം 360-നെ 12 കൊണ്ട് ഹരിച്ചാൽ 30. അപ്പോൾ ഓരോ യൂണിറ്റും അങ്ങനെ 12 യൂണിറ്റ് ആണല്ലോ. അപ്പോൾ ഓരോ യൂണിറ്റും ഓരോ 5 മിനിറ്റ് 5 മിനിറ്റ് ആണല്ലോ. ഓരോ യൂണിറ്റും 30 ഡിഗ്രിയാണ്. മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് കാണാൻ 30h -11/2 m എന്ന ഫോർമുല ഉപയോഗിച്ച് ചെയ്താൽ മതി. H എന്ന് പറഞ്ഞാൽ അവർ, M എന്ന് പറഞ്ഞാൽ മിനിറ്റ്. അത് ഓർത്തിരിക്കുക. ഒരു ക്ലോക്കിൻ്റെ മൊത്തം യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 12 യൂണിറ്റ് ആണ്. അപ്പോൾ മൊത്തം കോണളവ് ഒരു ഫുൾ സർക്കിൾ ആയതുകൊണ്ട് 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഒരു യൂണിറ്റ്, അതായത് ഈ 5 വീതം 5 മിനിറ്റ് 5 മിനിറ്റ് വീതമാണല്ലോ. അപ്പോൾ ഈ ഒരു യൂണിറ്റ് 5 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി. അങ്ങനെ കിട്ടും. 360-നെ ആകെയുള്ള 12 യൂണിറ്റ് കൊണ്ട് ഹരിച്ചാൽ 30. 360/12 30 ഡിഗ്രി. ഓരോ 5 യൂണിറ്റ് 30 ഡിഗ്രിയാണ്. ഈ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് കാണാൻ 30h -11/2 m. H എന്ന് പറയാൻ അവർ, M മിനിറ്റ്. പ്രവർത്തിക്കാത്ത ഒരു ക്ലോക്ക് ഒരു ദിവസം എത്ര തവണ കൃത്യസമയം കാണിക്കും? എത്ര പ്രാവശ്യം കൃത്യസമയം? 2 തവണ. അതായത് ഇപ്പോൾ 2:10 നിന്നിരിക്കുന്നതെങ്കിൽ പകൽ 2:10, രാത്രി 2:10. 4 മണിക്കാണ് നിന്നിരിക്കുന്നതെങ്കിൽ പകൽ 4 മണി, രാത്രി 4 മണി. 2 തവണ. അപ്പോൾ 4 മണീൻ്റെ പ്രതിബിംബ സമയം ചോദിച്ചെങ്കിൽ 11 മണി വരെയുള്ളതിന് അങ്ങനെ ചെയ്താൽ 11:60 നിന്ന് തന്നിരിക്കുന്ന 4 കുറയ്ക്കുക. അതായത് 7:60. നാല് മണിയുടെ പ്രതിബിംബ സമയം ചോദിച്ചെങ്കിൽ 11:60 എന്നല്ലേ കുറയ്ക്കണ്ടേ? 11:60. അപ്പം 4-നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. 3 മണി 60 മിനിറ്റ്. 60 മിനിറ്റ് എന്ന് പറയുന്നതാണ് ഒരു മണിക്കൂർ. അപ്പം 3 മണിയും 60 മിനിറ്റ്. അതായത് 3:60. 11:60 3:60 കുറയ്ക്കുക. അല്ലെ 11:60 നിന്ന് 4 കുറച്ചാൽ 7:60. അതായത് 7 മണിക്കൂർ 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 8 മണി. 8-ാമത്തെ അത് ഓർത്തിരിക്കുക. 11:60 4 കുറച്ചാൽ 7:60 കിട്ടും. അതായത് 7 മണി 60 മിനിറ്റ്. 60 മിനിറ്റ് ഒരു മണിക്കൂറാണ്. 7 മണി 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 7 1 8 മണിക്കൂർ വരും. 8 മണി പ്രതിബിംബ സമയം. 1:05 1 മണിക്കൂർ 5 മിനിറ്റ്. 1:05 2:10 2:5 10 3:5 15 4:5 20 5:5 25. ഈ മണിക്കൂറിനെ 5 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 6:5 30 7:5 35 8:5 40 9:5 45 15 50 11:5 55. ഈ സമയങ്ങളാണ്
ചോദിച്ചിട്ട് മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് കാണാൻ ചോദിച്ചാൽ വളരെ ഈസിയാണ്. തന്ന മിനിറ്റിൻ്റെ നേരെ ഹാഫ് എഴുതിയാൽ മതി. ചെയ്ത് നോക്കുന്നതാണ്. ഇവിടെ 10:50, 10:05, 50. അതായത് ഇപ്പോൾ ഈ 50ൻ്റെ നേരെ പകുതി അങ്ങ് എഴുതിയാൽ മതി. 25 ഡിഗ്രി. ഇവിടെ 1:05 ചോദിച്ചത്. ഈ പറഞ്ഞേക്കുന്നത് ഇത് ബൈഹാർട്ടാക്കി വെക്കുക. 1:05, 5, 2:05, 10, 3:05, 15. അങ്ങനെ 1:05ൻ്റെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ളതാണെങ്കിൽ ആ മിനിറ്റ് എടുക്കും. അതിൻ്റെ നേരെ ഹാഫ് എടുക്കും. 5 ഇവിടെ മിനിറ്റ്. 5ൻ്റെ ഹാഫ് 2:30. ഇവിടെ 2:10. അപ്പോൾ മിനിറ്റ് മാത്രം എടുക്കുക. 10ൻ്റെ നേരെ ഹാഫ് 5. അത് ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്നും ധാരാളം വീഡിയോസ് ശ്രീമാസിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് വളരെയേറെ പ്രയോജനപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. 1000-ൽ പരം വീഡിയോസ് ശ്രീമാസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.